ഹലോ എവരി വൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൂന്നാറിൽ ഫാമിലിയായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ബ്ലോസം ഹൈഡൽ പാർക്ക് എന്നറിയപ്പെടുന്ന ഹൈഡൽ പാർക്കാണ് ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് വേറെ ലെവലാണ് കേട്ടോ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വികസിപ്പിച്ചെടുത്ത ഈ പാർക്ക് മൂന്നാർ ടൗണിൽ നിന്നും ഒരു 3-4 കിലോമീറ്റർ മാത്രം അകലെയാണ്. മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോകുന്ന വഴിയിൽ വലതുവശത്താണ് പാർക്ക്. മുതിരപ്പുഴയുടെ തീരത്തുള്ള ഈ പാർക്ക് പ്രകൃതിയുടെ സൗന്ദര്യവും ശാന്തതയും ഒരുപോലെ അനുഭവിക്കാനാകുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. 16 ഏക്കറിൽ പരന്ന് വിശാലമായി കിടക്കുന്നതാണ് ഈ ഹൈഡൽ പാർക്ക്. ഇവിടെ പച്ചപ്പാർന്ന പൂന്തോട്ടങ്ങൾ, നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ, മനോഹരമായ നടപ്പാതകൾ, കുട്ടികൾക്കായുള്ള കളിസ്ഥലം എന്നിവയാൽ സമ്പന്നമാണ് ഈ ഹൈഡൽ പാർക്ക്. മൂന്നാറിൽ കുടുംബസമേതം സമയം ചെലവഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഹൈഡൽ പാർക്ക്. മൂന്നാർ ആലുവ റോഡിൽ KSRTC ബസ് സ്റ്റാൻഡിന് അടുത്തായാണ് ഹൈഡൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. ഒരു 1.5 മണിക്കൂർ ലാവിഷായിട്ട് കാണാനുള്ളതെല്ലാം ഇതിനുള്ളിലുണ്ട്. ഈ ഗേറ്റിലൂടെയാണ് പാർക്കിലേക്ക് പ്രവേശനം. അകത്ത് കയറുന്നതിന് എൻട്രി ഫീ ഉണ്ട് കേട്ടോ. 20 രൂപയാണ് ഒരാൾക്ക് ചാർജ്. പാർക്കിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്നത് ഈ ആമ്പൽക്കുളവും നടുക്കുള്ള മണ്ഡപവുമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും റിനോവേഷന് കുറവ് എനിക്ക് നന്നായി അനുഭവപ്പെട്ടു. അതൊരു പക്ഷേ ഞങ്ങൾ വന്ന സമയത്തിൻ്റെതാകാം. മാർച്ച് ഏപ്രിൽ സമയത്താണ് ഇവിടുത്തെ ഫ്ലവർ ഷോ. ഇവിടെ ബോട്ടിങ്ങും സിപ്പ് ലൈൻ
സൈക്ലിംഗ്, ഫിഷ് സ്പാ, അക്വേറിയം എല്ലാം ഉണ്ട്. കുട്ടികളുടെ ഏരിയയിലാകട്ടെ ധാരാളം സ്വിങ്സ്, സ്ലൈഡ്സ്, ട്രീ ഹൗസ്, സാൻഡ് പിറ്റ്, അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിന് പറ്റിയ ധാരാളം ഐറ്റംസ്. അങ്ങനെ കുട്ടികൾക്ക് ഓടി നടന്ന് ആസ്വദിക്കാൻ ഒത്തിരിയുണ്ട് ഇവിടെ. പോപ്കോണും ഐസ്ക്രീമും ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ ഫുഡ് കൗണ്ടർ അവിടെയുണ്ട്. അത്യാവശ്യത്തിന് പോകാൻ ഒരു റെസ്റ്റ് റൂമും ഉണ്ട്. പക്ഷെ വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ. ഇവിടെ ചെടിച്ചട്ടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായാണ്. പല പല ആകൃതിയിലെ സ്റ്റാൻഡുകൾ, അവയിൽ ചകിരി കൊണ്ടുള്ള ചെടിച്ചട്ടിയിൽ ചെടികൾ നട്ടിരിക്കുന്നു. സാധാരണ കളിമണ്ണിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ചെടിച്ചട്ടികൾക്ക് പകരം ചകിരി കൊണ്ടുള്ള ചെടിച്ചട്ടികളാണ് സ്റ്റാൻഡുകളിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ കണ്ട ട്രീ സ്റ്റാൻഡ് റൗണ്ട് ആകൃതിയിലുള്ളതാണ്. ചകിരി കൊണ്ട് നിർമ്മിച്ച ചെടിച്ചട്ടികൾ ആണ് എല്ലാത്തിലും. അവ വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. നിറയെ പൂക്കൾ കൂടി ഉണ്ടെങ്കിലോ എത്ര മനോഹരമായിരിക്കുമല്ലേ. ഇടയ്ക്കിടെ ഇതുപോലെ സിപ്പ് ലൈനിലൂടെ ആളുകൾ പോകുന്നത് കാണാം. സിപ്പ് ലൈനിൽ കയറിയാൽ ഈ പാർക്കിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും കാണാം കേട്ടോ. ചട്ടികൾക്കിടയിലൊക്കെ നിറയെ പുല്ല് പിടിച്ചിരിക്കുന്നു. നേരത്തെ വച്ച ചെടികൾ എല്ലാം ഏകദേശം നശിച്ച പോലെയായി. എങ്കിലും ചെടികളുണ്ട് എല്ലാത്തിലും. റിനോവേറ്റ് ചെയ്യണമെന്ന് മാത്രം. ഈ ചുവന്ന പൂക്കൾ കൊള്ളാമല്ലേ. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിവിടം.
ബാക്ക്ഗ്രൗണ്ടിൽ മരങ്ങൾ നിറഞ്ഞ മലനിരകളും വിശാലമായി പരന്നു കിടക്കുന്ന ടീ പ്ലാന്റേഷനും ഈ പാർക്കിൻ്റെ മനോഹാരിത വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വരെയാണ് സിപ്പ് ലൈൻ ഉള്ളത്. വൈകിട്ട് ദീപാലങ്കാരങ്ങൾ കൂടിയാകുമ്പോൾ അതിമനോഹരമാകും ഈ പാർക്ക്. ചെറിയൊരു തോട് ഈ പാർക്കിൻ്റെ അരികിലൂടെ ഒഴുകുന്നുണ്ട് കേട്ടോ. മൂന്നാറിൽ വന്നാൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഹൈഡൽ പാർക്ക്. കുടുംബസമേതം സമയം ചെലവഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്ന്. ഹൈഡൽ പാർക്കിൻ്റെ ഭംഗിയും അവിടുത്തെ പ്രകൃതി സൗന്ദര്യവും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഞാനിവിടെ നടത്തിയത്. മൂന്നാർ സന്ദർശിക്കാൻ പദ്ധതി ഇടുമ്പോൾ തീർച്ചയായും ഈ സ്ഥലം സന്ദർശിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.